ഹായ് കൂട്ടുകാരെ, അനാഥരായതിന്റെ പേരില് ചോദിക്കാനും പറയാനും ആരും വരില്ലാന്ന ധൈര്യത്തില് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ അനുഭവിച്ച ക്രൂരതയുടെ കഥ. ഇത് വെറും കഥയല്ല, ഇന്ത്യയിലെ ബീഹാറിൽ നടന്ന യഥാർത്ഥ സംഭവമാണ്. ഒരിക്കലും ഒരു നാട്ടിലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയുള്ള ക്രൂരതകൾ നടക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് റിലീസായിട്ടുള്ള ഒരു ഹിന്ദി ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് ബാദ്ഷാഹ്. പിന്നെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും ഒരു മോട്ടിവേഷനായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാത്തൊന്ന് ലൈക്ക് ചെയ്യില്ലേ. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി നമുക്ക് കഥ ആരംഭിക്കാം. കഥയുടെ ആരംഭത്തില് അനാഥരായിട്ടുള്ള പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു അനാഥാലയത്തിലേക്ക് ഒരുത്തൻ ബൈക്കില് പാഞ്ഞു വരുന്നുണ്ട്. ഇവൻ ആരാന്ന് വെച്ചാല് ഈ ഒരു ഓർഫനേജിന്റെ വാർഡനാണ്. അവനെന്തിനാ ടെൻഷൻ അടിച്ച് വരുന്ന നോക്കുമ്പോഴാണ് ആ ഒരു അനാഥാലയത്തില് ഏതോ ഒരു പെൺകുട്ടി വേദനയില് പൊളിഞ്ഞു കരയുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ കാഴ്ച നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോ വന്ന വാർഡനില്ലേ, അയാള് അവരോട് ഓടിച്ചു വിട്ടിട്ട് അയാള് നേരെ ഒരു റൂമിലേക്ക് പോകുമ്പോ അവിടെ ഒരു കിളവൻ കോൺട്രാക്ടറില്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു പെൺകുട്ടി വേദനയില് പൊളിഞ്ഞു കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ഒരു വാർഡൻ ചോദിക്കുന്നുണ്ട്, അല്ല താൻ ആ പെണ്ണിനെ എന്താണോ ചെയ്തേ? അപ്പൊ അയാള് പറയുന്നുണ്ട്, അവളെ എന്റെ കൈ പിടിച്ച് കടിച്ചു, അവളുടെ അഹങ്കാരം ഞാൻ തീർത്തതാ, കുറച്ച് മുളക് പൊടി എറിഞ്ഞു കൊടുത്തതാ, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ ആ ഒരു വാർഡനില്ലേ ഓർഫനേജില് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോ അയാള് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് നല്ല തണുത്ത വെള്ളോ അല്ലെങ്കിൽ ഐസ് കെട്ട് എടുത്തു കൊടുക്ക്, അതില് കുറച്ച് വേദന കുറയും. ആ ഒരു വാർഡൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോ തണുത്ത വെള്ളത്തിനും ഐസിനൊക്കെ ഞാൻ എവിടെയാ പോവാ, ബാക്കി കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ ഫോൺ കട്ടിയാണ്. കുറച്ച് ഐസോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉണ്ടായിരുന്നെങ്കിലേ ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ നിലനിൽക്കായിരുന്നു. അതൊന്ന് തേടി പോകാൻ പോലും ക്ഷമ കാണിക്കാതെ ആ ഒരു കോൺട്രാക്ടറെ കൂട്ടുപിടിച്ചിട്ട് ആ ഒരു വാർഡനില്ലേ ആ ഒരു പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാണ്. എന്നിട്ട് അവളുടെ ബോഡി കുറേയധികം ദൂരെയുള്ള ശവങ്ങളൊക്കെ എരിക്കുന്ന ശ്മശാനമില്ലേ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന വെട്ടിയെന്ന് പറയുന്ന ഒരാളോട് പറയുന്നുണ്ട്, വണ്ടിയിലൊരു പെണ്ണിന്റെ ബോഡി ഉണ്ട്, ഒന്നും നോക്കണ്ട, എടുത്തങ്ങ് കത്തിച്ചേക്ക്. അപ്പൊ അങ്ങേര് ചോദിക്കുന്നുണ്ട്, ആ ഒരു പെൺകുട്ടി ഏത് മതമാണ്, ഏത് ജാതിയാണ്, ഏത് ചടങ്ങ് വെച്ചിട്ടാ അവളുടെ ബോഡി ദഹിപ്പിക്കണ്ടേ? അപ്പോ വാർഡൻ പറയുന്നുണ്ട്, തന്നോട് പറഞ്ഞ കാര്യം ചെയ്താൽ മതി, അനാഥ ശവാന്ന് അങ്ങ് കണ്ടേക്ക്. പിന്നെ ഞങ്ങള് ആരുടെ ആൾക്കാരാന്ന് നിനക്കറിയില്ലേ? ബെൻസി ബോസിന്റെ ദേഷ്യം വാങ്ങിക്കണ്ട, ഇങ്ങോട്ടേക്ക് ഇതുപോലൊരു പെൺകുട്ടിയെ ആരും കൊണ്ടുവന്നിട്ടുമില്ല, നീ ദഹിപ്പിച്ചിട്ടുമില്ല, ഒരു രഹസ്യം പുറത്തു പോരുത്. അതും പറഞ്ഞിട്ട് ഒന്നും നടക്കാത്ത പോലെ അവരവിടെ തിരിച്ചു പോവാണ്. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പൂച്ചയോ നായോ ഏതെങ്കിലും മൃഗങ്ങൾ ചത്താൽ പോലും നമ്മൾ കാണിക്കുന്ന ആ ഒരു പരിഗണന പോലും ഒരു മനുഷ്യന് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അനാഥയായ ഒരു പെൺകുട്ടിയുടെ ജീവന് അവര് കൊടുക്കുന്നില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തൊട്ടടുത്ത നാട്ടിലുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഇവരുടെ പേരാണ് വൈശാലി. ഇവരെ തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായിക. അവൾക്ക് ഒരുത്തൻ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് പാസ് ചെയ്യാനുണ്ട്, ഇപ്പോ വരികയാണെങ്കിൽ എന്റെ കയ്യിൽ കിട്ടിയ എവിഡൻസ് അടക്കം ഞാനത് തരായിരുന്നു. നമ്മുടെ വൈശാലി ഓൾറെഡി സ്വന്തമായിട്ട് ഒരു ചാനൽ നടത്തുകയല്ലേ, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ ഇങ്ങനെയാണ് രഹസ്യമായിട്ട് ആ ഒരു ന്യൂസുകൾ നമ്മുടെ വൈശാലിക്ക് പൈസക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കാറ്. അങ്ങേര് വൈശാലിയോട് പറയുന്നുണ്ട്, പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അനാഥാലയത്തിലേക്ക് തെരുവിലുള്ള പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പല രീതിയിലും സെക്ഷലി വരെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു തെരുവിലായിരുന്നെങ്കിൽ പോലും അവർക്ക് ഇത്രയും സങ്കടങ്ങൾ സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഹീറോയിൻ വൈശാലി ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ന്യൂസ് ഞാൻ ഒരു മാസം മുമ്പ് കേട്ടിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഒരു മാസമായില്ലേ ഇതുവരെയായിട്ടും ആ ഒരു പെൺകുട്ടികൾക്ക് ഒരു നീതി കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, ആ ഒരു അനാഥാലയം നടത്തുന്നത് ബൻസി എന്ന ഒരു ക്രിമിനലാണ്. അവനാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ നല്ല സഹായം കിട്ടുന്നുണ്ട്. അപ്പോൾ വൈശാലി പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നത്തിൽ എനിക്കിപ്പോ തലയിടാൻ താല്പര്യമില്ല. എന്നാൽ അയാൾ പറയുന്നുണ്ട്, ചെറിയ പെൺകുട്ടികളുടെ കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യേ. അപ്പൊ വൈശാലി, നിനക്കിപ്പോ ഇതിന് എത്ര പൈസ വേണം? ഒരു 50,000 തന്നേക്ക്. അത്ര പൈസയൊന്നും തരാൻ പറ്റില്ല. അപ്പൊ അയാൾ പറയുന്നുണ്ട്, പൈസ നിങ്ങൾ ഉള്ളത് തന്നാ മതി, ആദ്യം നിങ്ങൾ ഈ ഒരു റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ വൈശാലി ആ ഒരു റിപ്പോർട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അത് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാണ്. ആ ഒരു അനാഥാലയത്തില് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോ അവൾക്ക് ഉറക്കം തന്നെ കിട്ടുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ചെറിയ ചാനലില്ലേ ആ ഒരു ചാനലിലേക്ക് പോവാണ്. എന്നാൽ ചെറിയ ചാനൽ ആയതുകൊണ്ട് തന്നെ വലിയ വരുമാനമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് വൈശാലി തന്നെയാണ് ന്യൂസ് വായിക്കാറ്. ആകെ ചാനലിലെ ഹെൽപ്പിനുള്ളത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ക്യാമറമാനാണ്. ഇങ്ങനെയുടെ പേരാണ് ഭാസ്കർ. എന്നാൽ ഓൾറെഡി നമ്മുടെ ഹീറോയിന് കിട്ടിയിട്ടുള്ള ആ ഒരു അനാഥാലയത്തിന്റെ ന്യൂസില്ലേ അതങ്ങനെ പെട്ടെന്ന് എടിപിടി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ട് എത്രത്തോളം സത്യമുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പഠിച്ചിട്ടല്ലേ വലിയൊരു ഗ്യാങ്സ്റ്റർക്കെതിരെയൊക്കെ തിരിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയില് ചെറിയ ന്യൂസൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഓൾറെഡി ഹസ്ബൻഡ് വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ വൈശാലിയെ ഹസ്ബൻഡ് ശരിക്ക് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അങ്ങേരുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ കൂടെ നമ്മുടെ വൈശാലി വരയ്ക്കണമെന്നാണ്. എന്നാൽ വൈശാലിക്ക്
പാഷനാണ് വലുത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളായി. രണ്ടുപേർക്കും ഇതുവരെ കുട്ടികളൊന്നുമില്ല. അതില് അവർക്ക് വലിയ പരാതിയോ പരിഭവവും ഇല്ല. അങ്ങനെ നമ്മുടെ വൈശാലിയും അസിസ്റ്റന്റ് ആയിട്ടുള്ള ഭാസ്കറും ഇല്ലേ, അവർ രണ്ടുപേരും കൂടി ആ ഒരു പെൺകുട്ടികളെ പരിപാലിക്കുന്ന അനാഥാലയത്തിലേക്ക് പോവാണ്. ഓൾറെഡി ആ ഒരു അനാഥാലയത്തെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ലേ, അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. അങ്ങനെ ആ ഒരു അനാഥാലയത്തിന്റെ അരികിലെത്തിയപ്പോ ഒരു ഫോട്ടോ നമ്മുടെ ഹീറോയിൻ എടുക്കുകയാണ്. എന്നാൽ ആ ഒരു വാർഡനില്ലേ, അവൻ ദേഷ്യത്തില്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഇവിടെ ഫോട്ടോ എടുക്കാനും ചുറ്റിത്തിരിയാനൊന്നും പറ്റില്ലെന്നറിയില്ലേ. അപ്പൊ നമ്മുടെ ഭാസ്കർ പറയുന്നുണ്ട്, അല്ല ഈ ഭാഗത്ത് ഇവിടെ ഒരു ജെറോക്സ് ഷോപ്പ് ഉണ്ടായിരുന്നില്ലേ. എന്നാൽ വാർഡൻ പറയുന്നുണ്ട്, അങ്ങനെ ഷോപ്പൊന്നും ഇവിടെ ഇല്ല, ഇത് ബാൻസിയുടെ പ്രോപ്പർട്ടിയാണ്, മര്യാദക്ക് രണ്ടുവിടുന്ന സ്ഥലം കാലിയാക്ക്. ശരിക്കും പറഞ്ഞാല് ഗവൺമെന്റിന്റെ സംരക്ഷണയിലുള്ള ഏത് അനാഥാലയത്തിലും ആർക്ക് വേണമെങ്കിലും പോവാനും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറ്റും. എന്നാൽ ആ ഒരു വാർഡന്റെ പെരുമാറ്റം കാണുമ്പോൾ ആ ഒരു അനാഥാലയം എന്തോ അവന്റെ സ്വന്തം പ്രോപ്പർട്ടി പോലെയാണ്. ഒന്ന് ഉള്ളിലേക്ക് പോലും കയറാനോ സമ്മതിച്ചില്ലല്ലോ. അതിൽ തന്നെ നമ്മുടെ ഹീറോയിൻ വൈശാലിക്ക് ഓൾറെഡി ഈ ഒരു അനാഥാലയത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിന്റെ മേലെ സംശയം കൂടുകയാണ്. അടുത്ത സീനില് നമ്മുടെ വൈശാലി പോകുന്നത് ഹസ്ബൻഡിന്റെ ഒരു അമ്മാവനെയും ഫാമിലിയെ കാണാനാണ്. അങ്ങനെ ഒരു വക്കീലാണ്. ഇയാള് എപ്പോഴൊക്കെ നമ്മുടെ വൈശാലിയെ കാണുമ്പോഴും അവളോട്, നിനക്ക് പറ്റിയ പണിയല്ല ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ഒക്കെ. സാധാരണ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കുക, കുട്ടികളെ പരിപാലിക്കുക. കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾക്കെന്തോ കുട്ടികളോട് താല്പര്യമില്ലാത്ത പോലെയാണല്ലോ. എന്നാൽ കൂടുതലായിട്ട് ഒന്നും നമ്മുടെ അമ്മാവനോട് പറയാതെ വൈശാലി അവിടുന്ന് തിരിച്ച് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഈ ചെറിയ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് അനാഥരായ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങള് ബുദ്ധിമുട്ട് നേരെയാണെങ്കിലേ എവിടെ കംപ്ലൈന്റ് ചെയ്യുക, CWC കമ്മിറ്റിയിലല്ലേ, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ആ ഒരു ഓഫീസിലേക്ക് പോയിട്ട് ഓഫീസർക്ക് ആ ഒരു റിപ്പോർട്ട് കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല ഇതുപോലൊരു കംപ്ലൈന്റ് ഇതിനു മുൻപ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിത് നോക്കേണ്ടതാണല്ലോ. അപ്പൊ വൈശാലി പറയുന്നുണ്ട്, സാറേ ഇതേ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കുറച്ച് നാൾ മുൻപ് ചില NGOs ഇവിടെ പരാതി തന്നിട്ടുണ്ട്. ആ ഒരു NGO ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു NGO തന്നെയാണ്. ഒരു മാസം മുമ്പ് തന്നെ സർവേ നടത്താനുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ വൈശാലി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ഞാൻ തന്നെ തരാം. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് ആ ഒരു അനാഥാലയത്തിലെ കുട്ടികളുടെ ബുദ്ധിമുട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ലേ. എന്നിട്ടും ആ ഒരു ഓഫീസറില്ലേ അങ്ങനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് തന്നിട്ട് കാര്യമില്ല. ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. അതായത് നമുക്ക് കിട്ടേണ്ട ഫയൽസ്, റിപ്പോർട്ട് അതൊക്കെ ഗവൺമെന്റ് ഓരോ ഉദ്യോഗസ്ഥർ വഴി കൈമാറിയിട്ട് വേണം എന്റെ കയ്യിലെത്താൻ. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നോക്കാം. അല്ലാതെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അങ്ങനെ ആരെങ്കിലും കൊണ്ടിരുന്ന ഒരു റിപ്പോർട്ടിന്റെ പിന്നാലെയും എനിക്ക് പോകാൻ താല്പര്യമില്ല. ആ ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അങ്ങനെയൊന്ന് ചെക്ക് ചെയ്യാൻ പോലും മനസ്സില്ല. എന്നാൽ ആ ഒരു അനാഥാലയത്തിന്റെ പിന്നാലെ നമ്മുടെ ഹീറോയിൻ ഇറങ്ങിയിട്ടില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ വില്ലൻ അറിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വൈശാലിയുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട്, നിന്റെ ഭാര്യയില്ലേ വൈശാലി ഒരു ഉണക്ക ചാനലായിട്ട് ഇറങ്ങിയിട്ട് അവളോട് മര്യാദക്ക് അടങ്ങിയിരിക്കാൻ പറഞ്ഞേക്ക്. എന്റെ അനാഥാലയത്തിന്റെ പിന്നാലെ അവൾ ഇറങ്ങിയിട്ടുണ്ട്, അതവൾക്ക് നല്ലതല്ല. അതില് ഹസ്ബൻഡിന് വല്ലാതെ ദേഷ്യം വന്നിട്ട് വീട്ടിലേക്ക് വന്ന വൈശാലിയോട് പറയുന്നുണ്ട്, ഏതോ ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്താണ്, നീ എന്തോ അവരുടെ അനാഥാലയത്തിന്റെ പിന്നാലെയാണെന്നൊക്കെ. എനിക്ക് കണ്ണു കണ്ടവരുടെ വായിൽ നിന്ന് വേണ്ടാത്തത് കേൾക്കുന്ന താല്പര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്ക്, എന്റെ വാൻ എടുത്തിട്ട് ഇനി നീ എങ്ങോട്ടും പോണ്ട. അപ്പോൾ വൈശാലിയും ആ ചാവി കൊടുത്തിട്ട് നിങ്ങളുടെ വണ്ടി നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓൾറെഡി നമ്മുടെ വൈശാലിക്ക് ആ ഒരു റിപ്പോർട്ട് കൊടുത്ത് 50,000 രൂപ ചോദിച്ചിരുന്നില്ലേ. ഇങ്ങേരുടെ പേര് ഭാസ്കർ എന്നാണ്. അപ്പൊ ഭാസ്കറിന് ഒരു 20,000 രൂപ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ബാക്കി പൈസ ഞാൻ പിന്നീട് എത്തിക്കാം, ആദ്യം ആ ഒരു കുട്ടികളെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ അന്ന് രാത്രി ആ ഒരു റിപ്പോർട്ടിന്റെ ബാക്കിയൊക്കെ വായിച്ചതിന് ശേഷവും നമ്മുടെ ഹീറോയിന് തീരെ ഉറക്കില്ലാതാവാണ്. അപ്പോഴും നമ്മുടെ വൈശാലിയുടെ വീടിന്റെ പുറത്ത് വണ്ടിയിൽ ആരൊക്കെയോ അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ആ ഒരു ബെൻസിയുടെ ആൾക്കാരായിരിക്കാം. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വൈശാലി നേരെ പോകുന്നത് ഓൾറെഡി ആ ഒരു അനാഥാലയത്തിലെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു NGO ഇല്ലേ, അവരുടെ അടുത്ത് നേരിട്ട് പോയിട്ട്, അല്ല എങ്ങനെയാ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയേ, എങ്ങനെയാ റെഡിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു NGO ഓഫീസർ പറയുന്നുണ്ട്, ആ ഒരു ഓർഫനേജിലെ 2-3 കുട്ടികളുടെ അനുഭവം വെച്ചിട്ട് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയതാണ്. അങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ റെഡിയാക്കുന്നത്. അത് ഒരു മാസം മുമ്പ് തന്നെ CWCക്ക് ചൈൽഡ് വെൽഫെയർ കമ്മീഷന് ഞങ്ങൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി ആക്ഷനൊക്കെ എടുക്കേണ്ടത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ അവരാണ്. അതിനുശേഷം ശരിക്കും ആക്ഷൻ എടുക്കേണ്ടത് ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ആണ്. അവരാണ് ആ ഒരു റിപ്പോർട്ട് വെച്ച് പോലീസിന് കംപ്ലൈന്റ് കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്യിപ്പിക്കേണ്ടതും ആ ഒരു കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടതും. എന്നാൽ എന്തുകൊണ്ടാണ് ചൈൽഡ് വെൽഫെയർ തന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ആരും സംസാരിക്കാനില്ലെങ്കിലും നമുക്കൊന്ന് സംസാരിച്ച് നോക്കുക തന്നെ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ വൈശാലിയിലെ അവരുടെ ആ ഒരു ചെറിയ ലോക്കൽ ചാനലിലൂടെ ആ ഒരു ഓർഫനേജിലെ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ചെറിയ അനാഥരായിട്ടുള്ള പെൺകുട്ടികളെ മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യാതെ ഒരു ഓർഫനേജ് അവരോട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടതാണ് വെൽഫെയർ അസോസിയേഷൻ. അവര് പോലും സംസാരിക്കുന്നില്ല. അല്ല ഗവൺമെന്റ് ഇപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണോ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നൊന്താ മാത്രമേ നമുക്ക് വേദനിക്കുള്ളൂ. ഒന്നും ചോദിക്കാനും പറയാനില്ലാത്ത, ആരുമില്ലാത്ത അനാഥകൾക്ക് വേണ്ടി സംസാരിക്കാനേ
നിങ്ങൾ ആരും റെഡിയല്ലേ? അങ്ങനെ നമ്മുടെ വൈശാലിയുടെ ഉള്ളിലുള്ള സങ്കടം മുഴുവനായിട്ട് തന്റെ ന്യൂസിലൂടെ പബ്ലിക്കിന് മുമ്പിൽ എത്തിക്കുകയാണ്. എന്നാൽ ആ ഒരു വാർത്തയൊക്കെ നമ്മുടെ വില്ലനായിട്ടുള്ള ബൻസി കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിൻ വൈശാലിയെ വില്ലന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോ നീ ചൊറിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വാർത്തയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്നെ കുറിച്ച് അറിയാട്ടാ. നീ നടത്തുന്ന തുക്കട ചാനൽ പോലെയല്ല, കുറച്ച് ടോപ്പ് ലെവലിലുള്ള 4-5 ചാനല് ഞാനും റൺ ചെയ്യുന്നുണ്ട്. പിന്നെ നീ ഒരു പെണ്ണില്ലെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ വിടുകയാണ്. ഇതോടെ നീ ഈ പ്രശ്നം ഒഴിവാക്കിയിട്ട് നിന്റെ പാട് നോക്കി പോവാണെങ്കിൽ അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ജീവനിൽ ഒരു ഉറപ്പുണ്ടാവില്ല. അടുത്ത പ്രാവശ്യം ഇതുപോലെ വിളിപ്പിക്കാനില്ല. അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞയക്കുകയാണ്. പോകുന്ന വഴിക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള ബാസർ അദ്ദേഹത്തെ വീട്ടിലിറക്കിയിട്ട് നമ്മുടെ വൈശാലി തിരിച്ചു പോകുമ്പോഴും അവളെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ള ഭയത്തിലാണ് വൈശാലി വീട്ടിലേക്ക് എത്തുന്നത്. വീടിന്റെ അടുത്തെത്തിയപ്പോ ആ ഒരു കാറിലെ അത് ക്രോസ് ചെയ്തു പോവാണ്. അപ്പോഴാണ് ചെറിയൊരു സമാധാനം കിട്ടുന്നത്. അങ്ങനെ നേരെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, എത്ര നേരായി ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്ന് നിനക്കറിയോ? മനുഷ്യന്റെ വയറ് വിശന്ന് പോകാൻ തുടങ്ങി. അപ്പൊ വൈശാലി പറയുന്നുണ്ട്, ഒരു 2 മിനിറ്റ് ഞാൻ പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കി തരാം. എന്ത് എന്നും ഉപ്മാവാ? എത്ര നാളാ നീ എന്നെ ഉപ്മാവ് തന്നിട്ട് തന്നെ കൊല്ലാൻ പോകുന്നത്? ഇതിന്റെയൊക്കെ കാരണം നീ ആ ന്യൂസിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയതാ. കറക്റ്റ് ടൈമിന് വീട്ടിലേക്കും വരില്ല. ഓൾറെഡി ആ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ വൈശാലി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടക്കാണ് ഹസ്ബൻഡിന് പരിഭവം. ദേഷ്യത്തിൽ അവള് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അത്യാവശ്യം വലിയ ആളായിട്ടില്ലേ? വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും. ഇനി അതിന് പറ്റില്ലെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടില്ലേ? നിങ്ങള് വിശന്നിരിക്കുന്നതിനും ഞാൻ എന്റെ ജോലി ചെയ്യുന്നതും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ അവളുടെ ഉള്ളിലുള്ള എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കുകയാണ്. അപ്പോഴാണ് ഹസ്ബൻഡിനെ അമ്മാവൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടെന്നൊക്കെ. ആ ഒരു കാര്യം കൂടി ഓർത്തിട്ട് അവള് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ 2 കാലിൽ നിന്നിട്ടില്ല. എനിക്കിപ്പോ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള സമയമില്ല. അതിന്റെ സമയമായെന്ന് തോന്നുമ്പോഴേ ഞാൻ അതിന് സമ്മതിക്കൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാനൊരു സമാധാനക്കാരാണ്. നിങ്ങൾക്ക് അതിന് പറ്റില്ലെങ്കിൽ എന്നെ ഡിവേഴ്സ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ നല്ലൊരു ലൈഫ് സെലക്ട് ചെയ്തോ. അതും പറഞ്ഞിട്ട് അവളോടൊന്ന് പോവാണ്. നമ്മുടെ പാവ ഹസ്ബൻഡ് ആണെങ്കിൽ, അല്ല ഇവളോടിപ്പോ കുഞ്ഞിന്റെ കാര്യം ഞാൻ എപ്പോഴാ പറഞ്ഞു നോർത്തിട്ട് തരിച്ചു നിൽക്കുന്നുണ്ട്. ഓൾറെഡി അനാഥ കുട്ടികളുടെ ഒരു ഓർഫനേജിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മുടെ ഹീറോൻ അറിഞ്ഞപ്പോൾ തന്നെ അതേ നാട്ടിലുള്ള മറ്റ് ഓർഫനേജുകളിലും പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതിനിടയിൽ തന്നെ നമ്മുടെ ബെൻസി നടത്തുന്ന ഓൾറെഡി ഹീറോൻ അന്വേഷിച്ചിറങ്ങിയ ആ ഒരു ഓർഫനേജിനെ കുറിച്ചും അതുപോലെ എങ്ങനെയാണ് സാധാരണ ഒരു ഓർഫനേജ് വർക്ക് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്തു നോക്ക്. അതായത് ബെൻസിയുടെ ഓർഫനേജിൽ നിന്ന് മറ്റുള്ള ഏതെങ്കിലും ഓർഫനേജിലേക്ക് കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആ ഒരു കുട്ടികൾ അവർക്ക് അനുഭവപ്പെട്ട വിഷമങ്ങളെ കുറിച്ചിട്ട് വാക്കുമൂലം തന്നാൽ അത് മതിയാവും അവർക്ക് നീതി വാങ്ങി കൊടുക്കാനേ. സാധാരണ ഓർഫനേജുകളിൽ നിന്ന് മറ്റു ഓർഫനേജിലൊക്കെ കുട്ടികൾ അങ്ങനെ മാറ്റാറുണ്ട്. അങ്ങനെ പല ഓർഫനേജുകളിലും പോയിട്ട് നമ്മുടെ ഹീറോൻ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ചില ഓർഫനേജിലേക്ക് അവരെ കയറാൻ തന്നെ സമ്മതിക്കുന്നില്ല. ചില സ്ഥലത്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ഒരു ഓർഫനേജിൽ എത്തിയപ്പോൾ അവിടുത്തെ ഒരമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ബെൻസിയുടെ ഓർഫനേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുട്ടികളൊന്നും വന്നിട്ടില്ല. എന്നാൽ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് സുധ എന്നാണ്. അവളിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവളോട് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോ. അങ്ങനെ സുധയോട് ചോദിക്കുന്നുണ്ട്, ബെൻസിയുടെ ആ ഒരു ഓർഫനേജിൽ ശരിക്ക് കുട്ടികൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ സുധ ഭയന്നിട്ടാണോ എന്താണെന്നറിയില്ല, അവൾ പറയുന്നില്ല. അപ്പോൾ വൈശാലി പറയുന്നുണ്ട്, നീയും ഒരു പെൺകുട്ടിയല്ലേ, ആ ഒരു കുട്ടികൾക്ക് നമുക്ക് നീതി വാങ്ങി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ലൈഫിൽ നമ്മൾ ചെയ്യുന്നൊരു വലിയ പുണ്യമായിരിക്കില്ലേ. പിന്നെ നീ പേടിക്കണ്ട, നിന്റെ പേര് ഒരിക്കലും ആരും പുറത്തറിയില്ല, അത് ഞാൻ നോക്കിക്കോളാം. അപ്പോൾ സുധ പറയുന്നുണ്ട്, അങ്ങനെ എന്റെ പേര് പുറത്തു വരില്ലെങ്കിൽ ഞാൻ പറയാം. അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്യാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഗ്രാമത്തിലുണ്ടായിരുന്ന ഞാനും എന്റെ അച്ഛനും ജോലി തേടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴാണ് ബെൻസിയുടെ ആ ഒരു ഓർഫനേജിൽ ജോലിക്ക് ആളെ വേണമെന്ന് അറിഞ്ഞിട്ട് എന്റെ അച്ഛനാണ് എന്നെ അവിടെ ചേർക്കുന്നത്. അങ്ങനെ എന്റെ പേരും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി എന്റെ കൈയടയാളം വാങ്ങുമ്പോൾ ആ ഒരു വാർഡനില്ലേ അവൻ എന്റെ കയ്യിൽ ടച്ച് ചെയ്തിരുന്ന സംസാരിച്ച്. അങ്ങനെ ഓൾറെഡി ആ ഒരു കുട്ടികളുടെ കാര്യം നോക്കുന്ന ഒരു ആയ പോലെ ഒരു ജോലിക്കാരുണ്ട്. അവരുടെ പേരാണ് ബേബി. അവളെ വിളിച്ചിട്ട് എന്നെ അവർക്ക് പരിചയപ്പെടുത്തിയിട്ട് ആ ഒരു വാർഡൻ അവിടുന്ന് പോയതാണ്. അതിനുശേഷം അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു ഓർഫനേജിലെ കുട്ടികളെ കാണിച്ചു തന്നു. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പിടഞ്ഞുപോയി. സാധാരണ 2 കുട്ടികൾക്കൊരു റൂം അല്ലെങ്കിൽ 4-5 കുട്ടികൾക്കൊരു റൂം, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ സങ്കടം ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ആ ഓർഫനേജിലെ എല്ലാ കുട്ടികളെയും ഒരു ഒറ്റ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ബേബി ആ കുട്ടികളോട് പറയുന്നുണ്ട്, ഇവളാണ് ഇനി നിങ്ങളുടെ കാര്യം നോക്കാൻ വന്നിട്ടുള്ള പുതിയ ജോലിക്കാരി. പഴയ പോലെ നിങ്ങളുടെ സ്വഭാവങ്ങൾ ഇവളോട് കാണിച്ചിട്ട് ഇവളിവിടുന്ന് പറഞ്ഞയക്കാൻ നിൽക്കരുത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇവളും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പെട്ടുപോയല്ലോ എന്നുള്ള ഒരു നോട്ടം നോക്കുന്നുണ്ട്. അവളുടെ പേരാണ് റാണി. അവൾക്ക് തക്കം കിട്ടിയപ്പോൾ അവള് പെട്ടെന്ന് സൂര്യയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കരുതുന്ന പോലെ ഇവര് നല്ല ആൾക്കാരല്ല, എല്ലാവരും മോശപ്പെട്ട ആൾക്കാരാ. അവസരം കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ അവരും നശിപ്പിച്ചാളെ. ദയവ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറഞ്ഞു തിരിയുമ്പോൾ
അതിനുള്ളിൽ ബേബി അങ്ങോട്ട് വരികയാണ്. നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കിച്ചണിലേക്ക് വരരുതെന്ന്. അപ്പോൾ റാണി പറയുന്നുണ്ട് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ, ഒന്ന് കുടിച്ചിട്ട് വേഗം പോടിയെന്ന് പറഞ്ഞ് അവൾ ഓടിച്ചു വിടുകയാണ്. അതിനുശേഷം സുധയോട് പോലും ആ ഒരു ബേബിയില്ലേ അവൾ മോശമായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ജോലിയൊക്കെ തീർത്തിട്ട് രാത്രി ഒന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം സുധ കേൾക്കുന്നത്. എന്താ സംഭവിച്ചെന്നറിയാന് അവള് പതിയെ പുറത്തേക്ക് നോക്കുമ്പോൾ 2 പെൺകുട്ടികളെ ഓൾറെഡി അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ പെൺകുട്ടികളെ കുറെ നാളായിട്ട് അവര് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ആ കുട്ടികൾ മരണപ്പെട്ടു പോയതാണ്. എന്നിട്ട് മൃഗങ്ങളെ പോലെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് റാണി പേടിച്ചു വിറച്ച് ഉള്ളിലേക്ക് ഓടുകയാണ്. ആ ഒരു കുട്ടികൾ മുഴുവനായിട്ട് ഒരു റൂമിൽ തന്നെയല്ലേ, വേറെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അവള് പോയി നോക്കുമ്പോൾ ആ ഒരു ബേബിയില്ലേ ആ ഒരു കുട്ടികൾ വരെ അബ്യൂസ് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. അതിൽ ഒരു പെൺകുട്ടിയുടെ വയറിൽ ചവിട്ടി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ പഠിപ്പിച്ചെന്ന പോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു സ്ത്രീയായിട്ട് പോലും ഉള്ളിൽ ഒരു മൃഗത്തെ സൂക്ഷിക്കുന്ന ഒരുത്തിയാണ് ഈ ബേബി. അവിടുന്ന് സുധ പുറത്തേക്ക് വരുമ്പോഴാണ് ഓൾറെഡി നമ്മുടെ ഹീറോയിനില്ലേ ഈ കുട്ടികളുടെ അവസ്ഥ പറയാന് ആദ്യം പോയിരുന്നത് ചൈൽഡ് വെൽഫെയർ ഓഫീസിലെ ആ ഒരു ഓഫീസറെ കാണാനല്ലേ. ആ ഒരു നാറി വരെ ഇവിടെ ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്തിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ 18 വയസ്സിലെ താഴെയുള്ള ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ കോപ്പൻ ആക്ഷൻ എടുക്കാത്തതെന്ന് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അങ്ങനെ അവള് ഭയന്ന് നിൽക്കുമ്പോഴാണ് ബേബി അങ്ങോട്ടേക്ക് വരുന്നത്. ഇനി അവളെങ്ങനെ കണ്ടാലോ? അങ്ങനെ പേടിച്ച് വരച്ച് എവിടെയാണ് ഒളിക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവിടെ ഈ മരുന്നൊക്കെ കിട്ടുന്ന ഒരു മെഡിക്കൽ റൂമുണ്ട്. അതിനുള്ളിൽ നിന്ന് ആരും ഉള്ളിലേക്ക് വലിക്കുകയാണ്. അത് ആരാ നോക്കുമ്പോൾ കുറച്ചു നേരത്തെ അവളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയില്ലേ റാണി എന്ന പെൺകുട്ടി, അവളാണ്. അവള് പറയുന്നുണ്ട്, ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇവരൊക്കെ മോശപ്പെട്ട ആളുകളാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതയൊക്കെ ഇവിടെ ജോലിക്ക് വന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വിശ്വാസമില്ലേ? ഇവര് ഞങ്ങളുടെ മാനത്തിന് മാത്രമല്ല വില പറയുന്നത്, എവിടേക്കാണ് ഇവര് പൊള്ളിച്ചെന്നറിയോ? അങ്ങനെ അവളുടെ ശരീരത്തിലെ മുറിവുകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ സുധ ഷോക്കായി പോകുന്നുണ്ട്. ആ ഒരു ബേബി ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളിവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ. അന്ന് രാത്രി മുഴുവനായിട്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടി അവൾ കരയുന്നുണ്ട്. ആ ഒരു ശബ്ദം പുറത്തു വരാതിരിക്കാനേ അവള് വായ പൊത്തിട്ടാണ് കരയുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ ഒരു അനാഥാലയം നടത്തുന്ന ബെൻസിയിലെ അയാൾ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി പറഞ്ഞ കേൾക്കുന്നില്ല, വാശി പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ബെൻസി പറയുന്നുണ്ട്, അവരൊക്കെ അനാഥകളല്ലേ, പറഞ്ഞ കേൾക്കുന്നില്ലെങ്കിൽ അങ്ങ് തീർത്തേക്ക്, ആര് ചോദിച്ചു വരാനാ? അങ്ങനെ മുകളിലേക്ക് വന്നപ്പോ നമ്മുടെ ജോലിക്കാര് സുധയെ കണ്ടപ്പോ അങ്ങേര് വെള്ളം ഒലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബേബി ആണെങ്കിൽ ഒരു ഡബിൾ മീനിങ്ങില് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ, ആര് കൊണ്ടുപോകാനാ? അങ്ങനെ അവൻ ഉള്ളിലേക്ക് പോവാണ്. സുധയാണെങ്കിൽ ആ ഒരു കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാണ്. അപ്പോഴാണ് ഓർഫനേജിലേക്ക് ഡോക്ടർ വരുന്നത്. അതായത് കഴിഞ്ഞ രാത്രി ചൈൽഡ് വെൽഫെയർ ഓഫീസറില്ലേ അങ്ങനൊരു കുട്ടി ഉപദ്രവിച്ചിരുന്നില്ലേ, ആ ഒരു കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. സാധാരണ ഒരു ഡോക്ടർ എന്താ ചെയ്യുക, കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റിനെ ആ ഒരു വിഷയങ്ങളൊക്കെ അറിയിക്കണ്ടേ. എന്നാൽ ഈ ഒരു ഡോക്ടറില്ലേ ഇയാളും ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അങ്ങനെ എന്തൊക്കെയോ മരുന്നുകൾ ആ കുട്ടികൾക്ക് അയാൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ വളരെ മോശമായിട്ട് അവര് കമന്റ് ചെയ്യുന്നത്, അവര് സംസാരിക്കുന്നതൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് കേൾക്കാനോ സഹിക്കാനോ പറ്റുന്നില്ല. അന്ന് രാത്രി തന്നെ ബെൻസിയിലെ ആ ഒരു നാട്ടിലെ കുറെ ബിസിനസ്സുകാരെ, ഉദ്യോഗസ്ഥരെ, പോലീസുകാരെ, കോൺട്രാക്ടേഴ്സിനെ എല്ലാരെയും വിളിച്ചുകൊണ്ട് ഒരു പാർട്ടി നടത്തുകയാണ്. ആ ഒരു പാർട്ടി അവിടെയുള്ള ഒരു ഹാളിൽ വെച്ചാണ് നടത്തുന്നത്. ആ ഒരു പാർട്ടിയിലേക്ക് പുറത്തുനിന്ന് കുറേയധികം പെൺകുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മതിയാവാതെ അവിടെയുള്ള ചെറിയ കുട്ടികളില്ലേ അവരെ വരെ ആ പാർട്ടിയിലേക്ക് ഇറക്കി വിടുകയാണ്. എന്നാൽ ആ ഒരു കുട്ടികളാണെങ്കിൽ വല്ലാതെ ഭയന്നു പോയിരിക്കുകയാണ്. എന്നാൽ സുധയാണെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ അതിനിടയിൽ അവളോട് വരെ അവർ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. ഇതൊക്കെ സഹിച്ചിട്ട് എത്ര നാൾ ഇവിടെ നിൽക്കാൻ പറ്റും, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാനെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ഒരു വാർഡനും ബേബിയും തമ്മിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത്. അതായത് കഥയുടെ ആരംഭത്തില് ഒരു പെൺകുട്ടിയെ മുളകൊടി എറിഞ്ഞിട്ട് അവസാനം അവളുടെ ശ്വാസം മുട്ടിച്ച് അവളെ കൊലപ്പെടുത്തിയിട്ട് അവളുടെ ബോഡി കൊണ്ടുപോയിട്ട് ശ്മശാനത്തിൽ ദഹിപ്പിച്ചിരുന്നില്ലേ, അങ്ങനെ ചെയ്യാനുള്ള അഡ്വൈസ് കൊടുത്തവരെ ഈ ഒരു ബേബിയാണ്. അത് കേട്ടപ്പോ സുധക്ക് സങ്കടവും വിഷമവും പേടിയും സഹിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് കിട്ടിയ തുണിയൊക്കെ എടുത്തിട്ട് അന്ന് രാത്രി തന്നെ രക്ഷപ്പെട്ടു പോന്നതാണ്. അങ്ങനെ അവളുടെ അനുഭവം കേട്ടപ്പോ നമ്മുടെ ഹീറോയിനിലെ വൈശാലി അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു പോണ്. വീട്ടിലേക്ക് പോലും പോവാതെ തന്റെ അസിസ്റ്റന്റിനോട്, ചെറിയ കുഞ്ഞു പെൺകുട്ടികളോട് ഇവർക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് അവരുടെ സങ്കടം മുഴുവനായിട്ട് ഇറക്കി വെക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്തേ മതിയാവോ, അവരെ ഞാൻ വെറുതെ വിടില്ല. എന്നാൽ നമ്മുടെ വൈശാലിയുടെ ഫാമിലിയിലെ ആ ഒരു അമ്മാവന്റെ കുടുംബം അവർ പറയുന്നുണ്ട്, വെറുതെ നീ ആ കുട്ടികളുടെ പിന്നാലെ പോണ്ട, ആ ഒരു ബെൻസിയും അവന്റെ ആൾക്കാരൊക്കെ ചില്ലറക്കാരല്ല, അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ വിട്ടേക്ക്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും ഒരു പെൺകുട്ടിയില്ലേ, നിങ്ങളൊരു വക്കീലും അല്ലേ, ഇതുപോലെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ലേ? അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് കോടതിയിൽ ആ ഒരു കുട്ടികൾ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു റിക്വസ്റ്റ് ഒരാൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ വില്ലനായിട്ടുള്ള ബെൻസിക്ക് വല്ലാതെ ദേഷ്യം വരാണ്. അല്ല, ആരായിരിക്കും ഇങ്ങനെയൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവുക? അതിപ്പോ ആര് വേണമെങ്കിലും ആവാം.
അതായത് പേര് പോലും പറയാതെ ഒരു ലെറ്ററിൽ കംപ്ലൈന്റ് മാത്രം എഴുതിയിട്ട് കോടതിയുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആരോ തന്നെയാണ് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് അയച്ചതാരാണെന്ന് പേര് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു വാർഡൻ പറയുന്നുണ്ട്, വേറെ ആര്, കുറെ നാളായിട്ട് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്നില്ലേ വൈശാലി, അവളുടെ ഒരു അമ്മാവനുണ്ട് വക്കീല്, അയാളായിരിക്കും. അടുത്ത സീനിലെ ബെൻസി തന്റെ ബോസിനെ കാണാനേ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് വരികയാണ്. അവരാണെങ്കിൽ ആരായിരിക്കും ആ ഒരു പബ്ലിക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ബെൻസി പറയുന്നുണ്ട്, ബോസേ ഞാൻ മാത്രം കുടുങ്ങാൻ പോവാണെങ്കിൽ എല്ലാ ആളുകളെയും കുടുക്കിയിട്ട് ഞാൻ പോവുള്ളൂ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, ഒന്ന് സമാധാനിക്ക്, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന്. ഇതിന്റെയൊക്കെ കാരണം ആ ഒരു മീഡിയക്കാരിയല്ലേ വൈശാലി, അവളെ അങ്ങ് തീർത്താലൊന്ന് ബെൻസി ചോദിക്കുമ്പോൾ ബോസ് പറയുന്നുണ്ട്, അവളൊരു റിപ്പോർട്ടറാണ്, അവളുടെ മേത്ത് കൈവെക്കാൻ നിൽക്കരുത്, ഇതിപ്പോ വലിയ സംഭവമൊന്നുമല്ല, ഒരു പബ്ലിക് കംപ്ലൈന്റ് അല്ലേ, ഞാൻ നോക്കിക്കോളാന്ന്, നീ ടെൻഷൻ അടിക്കാണ്ട് പോയിക്കോ. അങ്ങനെ ദേഷ്യത്തിലെ ആ ഒരു ബെൻസിയിലെ അവൻ നേരെ വരുന്നത് ആ അനാഥാലയത്തിലേക്കാണ്. എന്നിട്ട് ഓൾറെഡി വൈശാലിയുടെ മേലുള്ള ആ ഒരു ദേഷ്യം മുഴുവനായിട്ട് അവിടെയുള്ള 2 ചെറിയ കുട്ടികളോടാണ് അവൻ തീർക്കുന്നത്. ആ ഒരു അസിസ്റ്റന്റിന്റെ ബെൽറ്റ് ഊരിയിട്ട് ആ കുട്ടികളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അതേ സമയത്ത് താഴെയില്ലേ ആ ഒരു ബേബി എല്ലാ കുട്ടികൾക്കും ഉറങ്ങാനുള്ള ഉറക്ക ഗുളിക കൊടുക്കുകയാണ്. അതായത് കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് ഇവർ റെഗുലറായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അതിനുശേഷമാണ് ബേബിയും അതേ റൂമിൽ പോയി കിടക്കുന്നതും ആ കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നതും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനില്ലേ അവള് എന്തോ ടെൻഷനില് ഓടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളുടെ മാമി ചോദിക്കുന്നുണ്ട്, ഇപ്പോ നിനക്ക് സന്തോഷമായില്ലേ, എന്റെ ഹസ്ബൻഡ് നിന്റെ അമ്മാവും വക്കീലില്ലേ അങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വൈശാലി നീ ഒറ്റ ഒരുത്തിയാ. അതായത് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ആ ഒരു പബ്ലിക് കംപ്ലൈന്റ് കൊടുത്തത് വക്കീലാണെന്ന് പറഞ്ഞിട്ട് വില്ലന്റെ ആളുകൾ അയാളെ അടിച്ച് പഞ്ചറാക്കിയതാണ്. അതിൽ തലവരെ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ വൈശാലി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ, അല്ല നിങ്ങളിങ്ങ് വന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഇടിപിടുന്ന് ചെയ്യാൻ പറ്റുമോ, ആദ്യം പോലീസ് ഒന്ന് അന്വേഷിച്ച് നോക്കണം, പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണം, അപ്പോൾ അതിന് ശേഷം വേണമെങ്കിൽ FIR ഇടാം, കുറച്ച് തിരക്കുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അത് കേട്ടപ്പോൾ വൈശാലിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ മാമൻ പറയുന്നുണ്ട്, മോളെ നീ എനിക്ക് ചെയ്തു തന്നില്ലേ, അത് തന്നെ മതി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിനക്ക് കിട്ടേണ്ട അടി മുത്തും ഞാനല്ലേ വാങ്ങിയേ, ഇതുകൊണ്ട് തന്നെയാണ് ആദ്യം ഞാൻ പറഞ്ഞത് ആ ഒരു ബെൻസിയുടെ പിന്നാലെ പോണ്ടാന്ന്. അപ്പോൾ വൈശാലി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മാവ നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ പബ്ലിക് കംപ്ലൈന്റ് കൊടുത്തേ? അപ്പൊ അങ്ങേര് ചോദിക്കുന്നുണ്ട്, ആര്, ഞാനെവിടെ കംപ്ലൈന്റ് കൊടുത്ത്, എനിക്കെന്താ കിളി പോയിട്ടുണ്ടാ, ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് ഇങ്ങേരല്ലെങ്കിൽ വേറെ ആരോ ആണ് ആ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഓർത്തിട്ട് സങ്കടത്തില് ഹീറോയിന്റെ കണ്ണ് നിറയുമ്പോൾ ഹസ്ബൻഡില്ലേ അവളെ സപ്പോർട്ട് ചെയ്യാണ്. നിന്നെക്കുറിച്ച് അറിയാട്ടാ, നിന്നെ പോലെ അധികം ആളൊന്നും ഈ സൊസൈറ്റിയിലില്ല, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നീ ഇറങ്ങിയില്ലേ, അങ്ങനെ ഒരു തീരുമാനം നീ എടുത്തേലേ എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ നീ നിന്റെ സ്കൂട്ടിയിൽ പോകുന്നത് അത് റിസ്ക് ആണ്, നീ എന്റെ വാൻ എടുത്ത് പോയിക്കോ. അപ്പോൾ നമ്മുടെ വൈശാലിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ട്, തന്റെ ഹസ്ബൻഡെങ്കിലും തന്റെ കൂടെ ഉണ്ടല്ലോ. അവള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, അതായത് ആ കുട്ടികൾ അനുഭവിക്കുന്ന ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കാരണം ഹീറോന്റെ ഒരു ചെറിയ ലോക്കൽ ചാനലാണ്, ആ ഒരു ചാനലൊക്കെ ഇപ്പോൾ എത്ര ആളുകൾ കാണും. അങ്ങനെ നമ്മുടെ ഹീറോൻ അനുഭവിച്ചത്, അതുപോലെ ആ കുട്ടികൾ അനുഭവിച്ചത്, ഇപ്പോൾ അവരുടെ അമ്മാവൻ അനുഭവിച്ചത്, ആ ഒരു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോന്റെ അസിസ്റ്റന്റ് ഇല്ലേ അദ്ദേഹത്തിന്റെ മകനാണ്. അങ്ങനെ പതിയെ ആ ഒരു ന്യൂസ് വൈറലാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, മോനെ ഈ ഒരു ന്യൂസ് ഡെയിലി നീ അപ്ലോഡ് ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് എത്തും വേണം. അപ്പോഴാണ് പത്രത്തിലൊരു ന്യൂസ് കാണുന്നത്, അതായത് അവരുടെ സിറ്റിയിലേക്ക് ഒരു പുതിയ പോലീസ് ഉദ്യോഗസ്ഥ കമ്മീഷണർ വന്നിട്ടുണ്ട്. നല്ല മനസ്സുള്ള ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന ഒരു ലേഡിയാണ്. അധികാരികളെയൊന്നും അവർക്ക് ഭയമില്ല. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് കംപ്ലൈന്റ് കൊടുത്താലോ. അങ്ങനെ നമ്മുടെ കമ്മീഷണർ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മുടെ ഹീറോയിൻ ചെയ്യുന്ന എല്ലാ കാര്യവും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അവർ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മാവന് സംഭവിച്ച കാര്യത്തിൽ പോലീസ് കേസ് എടുത്തിട്ടില്ലല്ലേ, അങ്ങനെ ആ ഒരു സ്റ്റേഷനിലെ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് ആ ഒരു കേസ് എടുക്കുക, എന്നിട്ട് നാളെ എന്നെ കാണാൻ നേരിട്ട് വരികയും ചെയ്യാം. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു റിപ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഈ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ 2.5 മാസമായില്ലേ, ഇതുവരെയായിട്ട് ഇതിന്റെ പിന്നിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഒന്നുകിൽ റിപ്പോർട്ട് ഫേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഭരണകക്ഷിയുടെ ആൾക്കാരുണ്ട്. ഇത് രണ്ടും ആപത്താണ്. ഈ ഒരു റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പൊ വൈശാലി പറയുന്നുണ്ട്, അത് സത്യമാണ്, ഞാൻ അന്വേഷിച്ചറിഞ്ഞതാ, ആ ഒരു അനാഥാലയത്തിനുള്ളിൽ പല രഹസ്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, ഞാനൊരു ഇൻസ്പെക്ടർ അയച്ചിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ ഇൻസ്പെക്ടർ അന്വേഷിക്കാൻ വരുമ്പോൾ അവിടുത്തെ കണക്കൊക്കെ നോക്കുന്ന ഒരാൾ വന്നിട്ട് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്താണ്, അത്ര ധൈര്യം ഉണ്ടെങ്കിൽ താനൊന്ന് കയറി നോക്ക്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വില്ലൻ ബെൻസി വരുന്നത്. അങ്ങനെ കണ്ടപ്പോ ആ ഒരു തൊപ്പിക്കാരൻ പോലീസുകാരല്ലേ അങ്ങനെയുടെ കാല് വീഴാണ്. ഞാൻ വെറുതെ വന്നത് സാറേ, ആ ഒരു വൈശാലിയുടെ അമ്മാവനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ അടിച്ചില്ലേ, അപ്പൊ അതിന്റെ പേരിലൊന്ന് അന്വേഷിക്കാൻ, അവന്റെ പേരിൽ മാത്രമേ കേസുള്ളൂ. നമ്മുടെ കമ്മീഷണർ മേഡാണെങ്കിൽ അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് അറസ്റ്റ് ചെയ്ത് പോട്ടെ. അപ്പൊ ബെൻസി പറയുന്നുണ്ട്, അതിന് ധൈര്യം ഉണ്ടാ, എന്നാ കാണിക്ക്. വെറുതെ നിന്ന് പണി വാങ്ങാതെ അങ്ങേരും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ആ ഒരു ഏരിയയിലുള്ള എല്ലാ ആളുകളും ആ കാഴ്ച കാണുന്നുണ്ട്. അവരുടെ മുൻപിൽ വെച്ചിട്ട് തന്റെ അധികാരത്തിന്റെ ബലത്തെ, അഹംഭാവത്തെ അയാൾ കാണിക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോന് റിപ്പോർട്ടർ വീട്ടിലെ ആ ഒരു ശേഖർ അങ്ങേര് ഹീറോന്റെ ചാനലിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു പബ്ലിക് കംപ്ലൈന്റ് ഇല്ലേ അത് കൊടുത്തത് ഞാൻ തന്നെയാണ്,
അതിൽ പേര് ഞാൻ മെൻഷൻ ചെയ്തിരുന്നില്ല. അല്ല, നീ എന്തിനത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കേസിൽ ഒരു തീരുമാനമാവുന്നില്ലല്ലോ. ആ ഒരു കുട്ടികൾക്ക് നീതി കിട്ടുകയും വേണം, കൂടുതൽ ഉദ്യോഗസ്ഥരടുത്തേക്ക് ഈ ഒരു കേസ് എത്തുകയും വേണം. അപ്പോഴല്ലേ നിങ്ങൾ തരാനുള്ള ബാക്കി പൈസ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, നീ ചെയ്ത കാര്യത്തിന് ഒന്നും അറിയാത്ത വൈശാലിയുടെ അമ്മാവനാണ് അടി കിട്ടിയത്, നിനക്ക് പൈസ ഇപ്പൊ തരാൻ പറ്റില്ല, നീ ഒന്ന് പോയാ. അടുത്ത സീനില് നമ്മുടെ കമ്മീഷണറില്ലേ ആ ഒരു റിപ്പോർട്ടുമായിട്ട് IG കാണാൻ വന്നിരിക്കുകയാണ്. അതായത് ആ കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ, ആ ഒരു കേസ് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ. എന്നാൽ IG പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ ഈ ഒരു കേസിൽ ഇതുവരെ ഒരു FIR പോലും എവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് മുഴുവൻ ഗവൺമെന്റ് തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ആവശ്യമില്ലാതെ വെറുതെ ഈ ഒരു കേസിന്റെ പിന്നാലെ പോണോ? എന്നാൽ കമ്മീഷണറിന് മറുത്തെന്താണ് പറയണേന്ന് അറിയുന്നില്ല. നിങ്ങളുടെ മുമ്പിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള സാക്ഷി വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾ കംപ്ലൈന്റ് എടുത്തോ, അല്ലെങ്കിൽ വെറുതെ ആക്ഷൻ എടുത്തിട്ട് പുലിവാല് പിടിക്കണ്ടെന്ന് IG സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മീഷണർ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ നമ്മുടെ വൈശാലിയോട് വീട്ടിലേക്ക് വരാൻ പറയാണ്. എന്നിട്ട് IG പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്, എനിക്കിപ്പോൾ വേണ്ടത് ഒരു സോളിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാക്ഷിയാണ്. അങ്ങനെ ഒരു ആധാരം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു FIR ഫയൽ ചെയ്യാനും പറ്റൂ, ആ ഒരു വില്ലനെ ജനങ്ങളുടെ മുമ്പിലൂടെ വലിച്ചിഴച്ച് കോടതിയിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നീ അത് റെഡിയാക്ക്, നിനക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ഹീറോനെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കുന്നുണ്ട്. അതായത് നിലവിൽ ഇവരുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല, ആകെയുള്ളത് ആ ഒരു ജോലിക്കാരി സുധ മാത്രമാണ്. എന്നാൽ അവൾ പറഞ്ഞത് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടില്ല, അതുപോലെ ഓൾറെഡി അവൾക്ക് വാക്കും കൊടുത്തിട്ടുണ്ട് അവളുടെ പേര് പുറത്ത് പറയില്ലാന്ന്. ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുക ആ ഒരു അനാഥാലയിലെ അവിടുത്തെ അടിയാൾക്കാരുടെ ഇടയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ മാത്രമേ അവിടെ നിന്ന് ഏതെങ്കിലും കുട്ടികളോ ആരെങ്കിലും പുറത്തു വരുള്ളൂ, അവർ വെച്ചിട്ട് ആ കുട്ടികളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ഭാസ്കറില്ലേ, അദ്ദേഹം നേരെ പോകുന്നത് ഒരു ലേഡി MLA കാണാനാണ്. എന്നാൽ അവരവിടെയില്ല, അവരുടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അങ്ങേര് ആരാണ് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ബെൻസിക്ക് വരെ അഡ്വൈസ് കൊടുക്കുന്ന അയാളുടെ ബോസില്ലേ, അങ്ങേരാണ്. അതായത് ഇയാളും ആ ഒരു ഓർഫനേജിലെ റെഗുലർ കസ്റ്റമറാണ്. ആ ഒരു കുട്ടികളുടെ പീഡനത്തിന് ആർക്കാണൊരു ചോദ്യം ചോദിക്കാൻ പറ്റുക? MLAക്ക്. എന്നാൽ ആ MLAയുടെ ഹസ്ബൻഡ് തന്നെ ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു ബോസിന്റെ അടുത്ത് ആ ഒരു ബെൻസിയുടെ ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലാക്കാനായിട്ട് ഒരു ചെറിയ നമ്പർ ഇറക്കുകയാണ്. ആ ഒരു ബോസ് ചോദിക്കുന്നുണ്ട്, അല്ല താന വൈശാലിയുടെ ചാനലിലെ ക്യാമറമാനല്ലേ, താനെന്തെവിടെ? അങ്ങേര് പറയുന്നുണ്ട്, സാറേ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്, അതുപോലെ നമ്മൾ ഒരേ പാർട്ടിയാ, കഴിഞ്ഞ പ്രാവശ്യം വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്തേ. ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതാ വൈശാലോട് വെറുതെ ഇതിന്റെ പിന്നാലെ പോണ്ടാന്ന്. അവള് കേൾക്കണ്ടേ? പിന്നെ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ഇല്ലേ, അതില് ഒരുത്തൻ ആ ഒരു മീശക്കാരനില്ലേ, അവനിപ്പോ അപ്രൂവൽ ആവാൻ പോവാണ്. അവൻ എല്ലാ കാര്യവും ക്യാമറയുടെ മുമ്പില് സമ്മതിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് അവൻ നേരെ കോടതിയിലേക്ക് വന്നിട്ട് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാറേ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ, എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണിരുന്നു. അപ്പൊ ആ ഒരു ബോസ് പൈസ കൊടുക്കുന്നുണ്ട്. ഇല്ല വേണ്ട സാറേ, അല്ല വെച്ചോന്ന്. അങ്ങനെ അവസാനം ആ ഒരു പൈസ വാങ്ങിയിട്ട് നമ്മുടെ ഭാസ്കർ അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിനില്ലേ, അവര് ന്യൂസിൽ പറയുന്നുണ്ട് ഒരു വലിയ തെളിവ് കിട്ടിയിട്ടുണ്ട്. ഈ തെളിവെങ്ങാനും പുറത്തു വന്നാല് ഉറപ്പായിട്ടും ആ ഒരു കുട്ടികൾക്ക് നീതി കിട്ടും, എല്ലായിടത്തിനും കൂട്ടിലാക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ചെറുതായിട്ട് ഒരു നമ്പർ നമ്മുടെ ഹീറോയിന് ഇറക്കാണ്. അത് കേട്ടപ്പോ വില്ലന്റെ ആൾക്കാര് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അല്ല എന്ത് തെളിവായിരിക്കും ഇപ്പൊ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക? അപ്പോഴാണ് ആ ഒരു ബോസ് വിളിച്ച് ചോദിക്കുന്നത്, അല്ല ബെൻസി നിന്റെ കൂടെ ആ ഒരു മീശക്കാരനുണ്ടോ, ചൈൽഡ് വെൽഫെയർ അസോസിയേഷനിലെ ആ ഒരുത്തൻ, അവനെ അടിച്ചു പിഴിഞ്ഞ് അവനങ്ങ് തീർത്തേക്ക്, അവനാണ് സാക്ഷി പറഞ്ഞിട്ടുള്ളത്, അപ്രൂവ് ആയിട്ടുള്ളത്. അധികം വൈകാതെ കോടതിയിൽ പോയിട്ട് നമുക്കെതിരെ അവൻ സാക്ഷി പറയും പോലും. അത് കേട്ടപ്പോ ആ ഒരു മീശയെ എല്ലാരും കൂടി അടിച്ചു പിഴിയുന്നുണ്ട്. അയാൾക്ക് സഹിക്കാൻ വരാതെ ചോദിക്കുന്നുണ്ട്, എന്തിനാ അടിക്കുന്നേ, അപൂർവമായിട്ട് നീ രക്ഷപ്പെടുന്നു കരുതിയോ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, എന്റെ കുട്ടിയുടെ മേലെ സത്യം പറയാണ്, ഞാൻ എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അപൂർവം പോകുന്നുമില്ല, ആരോ നമ്മളുടെ ഇടയില് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. എന്നാൽ ആ പ്രശ്നത്തിന്റെ ഇടയില് ഒരുത്തൻ ചെരുപ്പ് ഊരിയിട്ട് ആ ഒരു മീശ അടിച്ചിട്ടുണ്ട്. അങ്ങേര് നിനക്ക് ക്യാപ്പ് കിട്ടിയപ്പോ നീ എന്നെ ചെരുപ്പ് വെച്ച് അടിച്ചൂലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോന്റെ പ്ലാന് വർക്കായില്ല. ഇതൊരു ചെറിയ പ്രശ്നമല്ലേ, ഇവര് ഓൾറെഡി എല്ലാ ഉടായ്പയും ചെയ്യുന്ന ആൾക്കാരാണ്, അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ഭാഗ്യത്തിന് ഇവര് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയില് പതിയെ സോഷ്യൽ മീഡിയയിലെ പല ഭാഗത്തെ വീഡിയോസ് വൈറലാവാൻ തുടങ്ങുകയാണ്. ഭരണകക്ഷിയുടെ പേര് തന്നെ പതിയെ ഡാമേജ് ആവാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ആരാണ്? ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ അല്ലേ, അവരുടെ ഉദ്യോഗസ്ഥയും കൂടെ ആയിട്ടുള്ള നമ്മുടെ MLA ഇല്ലേ, അവര് പോലും തന്റെ ഹസ്ബൻഡ് ബോസിന്റെ വാക്കും കേട്ടിട്ട് ഒരു നടപടി എടുക്കുന്നില്ല. എന്നാൽ നമ്മുടെ വൈശാലി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആ ഒരു അനാഥാലയത്തിലെ ബേബിയില്ലേ, അവളുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് ചെറിയ പെൺകുട്ടികളെ അവളും അബ്യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു കുട്ടികളെ മിസ്യൂസ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് കുറേയധികം അധികാരികള്, ഉദ്യോഗസ്ഥര്, ബിസിനസ്സുകാര്, അങ്ങനെ പല ആളുകളും റെഗുലർ കസ്റ്റമേഴ്സായിട്ട് പോയി വരുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെ അവര് കുട്ടികളായിട്ട് പോലും കാണുന്നില്ല, നരക തുല്യാണ് അവരുടെ ജീവിതം. അങ്ങനെ ആ ഒരു ന്യൂസിലെ അത് പെട്ടെന്ന് തന്നെ തീ പിടിച്ച പോലെ വൈറലാവുന്നുണ്ട്. അങ്ങനെ CM തന്നെ അവസാനം നമ്മുടെ MLA വിളിക്കാണ്. എന്നാൽ ആ ഒരു ലേഡി ആണെങ്കിൽ പേടിച്ചിട്ട് ഫോൺ വാങ്ങുന്നില്ല. അവസാനം ഫോൺ വാങ്ങിട്ട് പറയുന്നുണ്ട്, സാറ് പറയുന്ന പോലെ ചെയ്തേക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇനി വേറെ നിവൃത്തിയില്ല, FIR ഫയൽ ചെയ്തേ മതിയാവൂ, ഞാൻ ഉടനെ തന്നെ അത് ചെയ്യാൻ പോവാണ്.
അതാണ് CM പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് നമ്മുടെ ഹീറോനെ കമ്മീഷണർ വിളിച്ച് പറയുന്നുണ്ട് ഓൾറെഡി ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് FIR ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അവിടെയുള്ള കുട്ടികളെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. എന്നാൽ ഓൾറെഡി ക്രൂരമായിട്ട് ഉപദ്രവങ്ങൾ നേരിട്ട് മരണപ്പെട്ട കുട്ടികൾക്ക്, പീഡനങ്ങൾ അനുഭവിച്ച കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കണമെങ്കിൽ എനിക്കൊരു സാക്ഷി ആവശ്യമാണ്. അത് നിനക്ക് റെഡിയാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ശരിക്കുള്ള നീതി കിട്ടുള്ളൂ, അവർ ഉപദ്രവിച്ചവർക്ക് തക്ക ശിക്ഷയും കിട്ടുള്ളൂ. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ആ ഒരു അനാഥാലയത്തിലെ ആളുകൾക്ക് എന്തായാലും റെയ്ഡ് വരാൻ പോകുന്നുണ്ടെന്ന് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അവിടെയുള്ള മദ്യക്കുപ്പികള്, ലഹരി വസ്തുക്കളൊക്കെ മാറ്റാൻ നോക്കുമ്പോൾ വില്ലൻ ബെൻസി പറയുന്നുണ്ട് ഒന്നും മാറ്റണ്ട, അവിടെ തന്നെ വെക്കേ. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാല. ഇവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വിട്ടോ, എന്തൊക്കെ വന്നാലും ഞാൻ നേരിടാൻ പോവാണ്. അപ്പോൾ മീശ പറയുന്നുണ്ട് സാറേ എനിക്ക് കുട്ടിയും കുടുംബക്കളില്ല, ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ അവൻ അവിടെ നിന്ന് പോവാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ബെൻസിക്ക് ഹെൽപ്പിന് കൂടെ നിൽക്കുന്നുണ്ട്. അതായത് ബെൻസിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ അധികാരികളുടെ സപ്പോർട്ട് അവനുണ്ടല്ലോ. അപ്പം ഇനി പുള്ളു പോയാലും കുറച്ച് നാളുകൊണ്ട് പുറത്തു വരാൻ പറ്റുന്നതാണ്. അതേസമയത്ത് നമ്മുടെ ഹീറോയിന് ഒരു സാക്ഷി വേണ്ടേ? അതിപ്പോൾ ആകെ ആരാ ഉള്ളത്? ആ ഒരു ജോലിക്കാരായിരുന്ന സുധ മാത്രമാണ്. അവളോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാലേ അവള് സമ്മതിക്കുന്നില്ല. അപ്പൊ ഹീറോയിൻ അല്ല, നീ ആ ഒരു അനാഥാലയത്തിൽ നിന്ന് രക്ഷപ്പെടാന് നിന്നെ ഹെൽപ്പ് ചെയ്തൊരു പെൺകുട്ടിയില്ലേ റാണി, ആ ഒരു കുട്ടി നിന്നോട് കാണിച്ച ആ ഒരു കരുണ പോലും നീ എന്താ ആ കുട്ടികളോട് കാണിക്കാത്തെ? നിന്നെ രക്ഷപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടി റാണിയില്ലേ, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? അവള് ഓൾറെഡി മരണപ്പെട്ടു പോയോ, അല്ലെങ്കിൽ ദിവസവും വേദന അനുഭവിച്ച് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഏത് അവസ്ഥയാണ് അവള് ഫേസ് ചെയ്യുന്നത് എന്തെങ്കിലും അറിയോ? അവള് സുധ നിന്നെ രക്ഷിക്കുന്ന സമയത്ത് നിന്നോട് എന്തെങ്കിലും ഡീല് ചോദിച്ചിരുന്നോ? ഒരു ഡിമാൻഡ് പോലും നിന്നോട് അവൾ പറഞ്ഞിട്ടില്ലല്ലോ. അവൾക്ക് വേണ്ടിയിട്ടോ അവളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നോ, നിന്റെ ലൈഫ് റിസ്കിലാക്കുന്നോ അവൾ ആഗ്രഹിച്ചിട്ടോ പറഞ്ഞിട്ടുമില്ലല്ലോ. നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രം കരുതിയിട്ട് വേറെ ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ നിന്നെ രക്ഷപ്പെടുത്തിയ ആ ഒരു നല്ല മനസ്സിന് വേണ്ടിയിട്ട് നിനക്ക് നന്ദി ചെയ്യാൻ തോന്നിയില്ലേ? എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ മുഖത്ത് ഒരു മാറ്റവുമില്ല. അവള് മരം പോലെ നിൽക്കുന്നുണ്ട്. സങ്കടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഹീറോൻ തിരിച്ച് വണ്ടിയിലേക്ക് കയറുമ്പോൾ സുധ പതിയെ പിന്നാലെ വരികയാണ്. അവൾ പറയുന്നുണ്ട് ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സാക്ഷി പറഞ്ഞോളാം. നിങ്ങളിത് റെക്കോർഡ് ചെയ്തോ, കോടതിയിൽ എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറഞ്ഞോളാം. അങ്ങനെ ഹീറോയിന് വല്ലാതെ സമാധാനമാണ്. അങ്ങനെ സുധയുടെ കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ ഒരു തുണി കെട്ടിയിട്ട് ഹീറോയിന്റെ ചാനലിൽ തന്നെ അവൾക്ക് സംഭവിച്ച എല്ലാ കാര്യവും, അവള് നേരിട്ട് കണ്ട എല്ലാ സത്യങ്ങളും തുറന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാണ്. ആ ഒരു കുട്ടികൾ അനുഭവിച്ച എല്ലാ ക്രൂരതയും, ആ ഒരു നെരുകേട് ചെയ്ത എല്ലാ ആളുകളും, കണ്ടില്ലാന്ന് നടിച്ച ആളുകളും, അതുപോലെ ഹീറോനെ ഹെൽപ്പ് ചെയ്യാതെ മാറി നിന്ന വക്കീലായിട്ടുള്ള അമ്മാവനില്ലേ അയാളും, എല്ലാ ആളുകളും കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഉള്ളു പടയുന്നുണ്ട്. അതായത് ഇത്രയൊക്കെ ക്രൂരത ആ കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ കുട്ടികളോട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു അനാഥാലയത്തിലേക്ക് പോലീസ് ടീം വരികയാണ്. ആ ഒരു ടീം ലീഡ് ചെയ്യുന്നത് നമ്മുടെ കമ്മീഷണറാണ്. അവര് നേരെ പോകുന്നത് ആ ഒരു കുട്ടികളെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു റൂമിലേക്കാണ്. അവിടെ പോയപ്പോ അവരുടെ ഉള്ളിൽ പിടഞ്ഞു പോകുന്നുണ്ട്. ഒരു 50-60ഓളം കുട്ടികൾ ഒരൊറ്റ റൂമിൽ ഒന്ന് ഇരിക്കാനോ കിടക്കാനോ പോലും സ്ഥലമില്ലാതെ അവിടെ ചുരുണ്ടുകൂടി ഇരിക്കുകയാണ്. അവിടെ മരം പോലെ ബേബി ഇരിക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയാതെ അവളുടെ കരണക്കുട്ടി അടിച്ചു പൊട്ടിച്ചിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കുട്ടികളാണെങ്കിൽ ഒരു പ്രതീക്ഷയുടെ നോട്ടം നോക്കുന്നുണ്ട്. ആ ഒരു ബേബിക്ക് അടി കിട്ടിയില്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഒരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കുട്ടികളൊക്കെ 18 വയസ്സിലെ താഴെയുള്ള ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ മുഖം പുറത്ത് കാണിക്കാതെ ഫേസ് കവർ ചെയ്തിട്ടാണ് അവർ ഓരോരുത്തരും പുറത്തേക്ക് കൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു അനാഥാലയത്തിലെ മെഡിക്കൽ റൂമിലെ അതിനുള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ കൂടുതലുള്ളത് വളരെ മോശപ്പെട്ട മെഡിസിൻസ് ആണ്. അതുപോലെ തന്നെ കുറേയധികം മയക്ക് ഗുളികളും ഉണ്ട്. അതുപോലെ മുറിവ് പറ്റിയാല് പൊള്ളലേറ്റാലൊക്കെ അവർക്ക് ട്രീറ്റ് ചെയ്യേണ്ട മരുന്നാണ് അവിടെ കൂടുതലുള്ളത്. അതിൽ നിന്ന് തന്നെ കുട്ടികൾ എത്രത്തോളം പീഡനങ്ങള് അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാവാണ്. അങ്ങനെ ആ എല്ലാ മെഡിസിനും അവർ സീസ് ചെയ്യാണ്. അതുപോലെ മദ്യക്കുപ്പികള്, ലഹരി വസ്തുക്കള് എല്ലാം സീസ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള എല്ലാ മീഡിയ റിപ്പോർട്ടേഴ്സും എല്ലാ ചാനൽസും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിന്റെ ഇടയിലൂടെ നമ്മുടെ ഹീറോന് മുൻപിലേക്ക് വരികയാണ്. അതിനുശേഷമാണ് അവർ രക്ഷപ്പെടുത്തിയ ഓരോ കുട്ടികളെയും പതിയെ പതിയെ പുറത്തേക്ക് കൊണ്ടിരുന്നത്. അവരുടെ കണ്ണുകൾ കെട്ടിയിട്ട് സേഫായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുട്ടികളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന അനാഥാലയങ്ങളിലേക്ക്, ഓർഫനേജിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി ഒരിക്കലും ആ കുട്ടികളെ വിഷം അനുഭവിക്കേണ്ടി വരില്ല. അടുത്ത സീനിലെ എല്ലാ ആളുകളും CMനെ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് ഞാനാണ് FIR ഇടാൻ പറഞ്ഞത്, ഞാനാണ് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞത്. ഈ ഒരു ഗവൺമെന്റിന് ഒരു വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും നമ്മൾ നീതിക്ക് വേണ്ടി തന്നെ പരിശ്രമിച്ചിരിക്കും. അതേ സമയത്ത് ആ ഒരു ലേഡി ഓഫീസറിലെ അവരാണെങ്കിൽ നൈസായിട്ട് അവർ റിപ്പോർട്ട് വെച്ചിട്ട് ഞങ്ങളാണ് ആ കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുത്തെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് രക്ഷപ്പെട്ടു പോവാണ്. അവസാനം ആ ഒരു മീശ ഓഫീസറില്ലേ അയാളെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആ കുട്ടികളെയൊക്കെ ഓൾറെഡി നല്ല അനാഥാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തിട്ട് അവരെന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും അവരെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് അവരെ ഉപദ്രവിച്ചവരെ ആരും രക്ഷപ്പെടില്ല. എന്നാൽ ഈ പറയുന്ന ഈ ഒരു കോപ്പം വരെ ആ കുട്ടികളെ ഉപദ്രവിച്ചതിൽ പെട്ടതല്ലേ. ഇവനെയാണ് ആ ഒരു കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഹെഡായിട്ടുള്ളത്. അതേ സമയത്ത് വില്ലനാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാന്ന്. താമസിപ്പിക്കാതെ നമ്മുടെ കമ്മീഷണർ അയാളെ അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിലൂടെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ പോകുമ്പോഴും അവന്റെ മുഖത്ത് ഒരു ഭയമില്ല. എല്ലാ ആളുകളെയും നോക്കി
ഹീറോയിനെ നോക്കിയിട്ട് ചിരിച്ചിട്ടാണ് അവൻ പോകുന്നത്. കാരണം ഭരണകക്ഷി അവന്റെ പിന്നിലുണ്ടെന്ന് അവനറിയാം. എന്തായാലും രക്ഷപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അന്ന് തന്നെ നമ്മുടെ ഹീറോയിനിലെ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്യാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിലൊരു ജനലിനെ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ മാത്രമേ നമ്മൾ തിരിഞ്ഞു നോക്കുള്ളൂ. ആ ഒരു കുട്ടികൾ താമസിച്ച അനാഥാലയത്തിന്റെ ചുറ്റിലായിട്ട് കുറേയധികം വീടുകള്, കുറേയധികം ജനങ്ങൾ ഉണ്ടായിട്ട് പോലും അവരിൽ ഒരാൾ പോലും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. എന്നാൽ എവിടെയുള്ള ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങിയപ്പോൾ ആ ഒരു കുട്ടികൾക്ക് നീതി കിട്ടിയില്ലേ? ഇതുപോലെ എവിടെയൊക്കെയുള്ള നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾക്കെതിരെ ഒന്ന് പ്രതികരിച്ചാലേ എത്രയോ ചെറിയ കുട്ടികളെ, പെൺകുട്ടികളെ, സ്ത്രീകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കില്ല എന്നൊരു ചോദ്യത്തോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതേപോലെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്കറിയുന്ന രീതിയിലോ ചിലപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ അടുത്ത നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും പ്രശ്നത്തിനെതിരെ നിങ്ങളൊന്ന് പ്രതികരിക്കുക, ആ ഒരു കേസ് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇതുപോലുള്ള ചൈൽഡ് വെൽഫെയർ അസോസിയേഷനിൽ ഒന്ന് ഫോൺ വിളിച്ചിട്ട് കംപ്ലൈന്റ് കൊടുക്കെങ്കിലും അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് എഴുതി അയക്കെങ്കിലും നിങ്ങൾ ചെയ്യോ. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു അഭിപ്രായം കമന്റിലിടുക, ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം കമന്റിലിടുക. ഇനിയിപ്പോൾ അത്രത്തോളം ഒരു ധൈര്യം എനിക്കായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതും കമന്റിലിടില്ലേ. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്രൂരതകൾ ഒരിക്കലും ഒരു കുട്ടിക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് പല ആളുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷന് എത്ര നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.